എല്ലാവർക്കും നമസ്കാരം. PSC പ്ലസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. SCERT കെമിസ്ട്രിയിലെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാരണം PSC എപ്പോഴും ചോദിക്കുന്ന ബോയിൽസ് ലോ, ചാൾസ് നിയമം, പിന്നെ അവോഗാഡ്രോ നിയമം എന്നതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ്. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു പോവാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മളിവിടെ പറയുന്നത് എന്തൊക്കെയാണ്? വാതക നിയമങ്ങളാണ് അല്ലേ? ഈ ചാപ്റ്ററിൽ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ. അപ്പോൾ വാതക നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നോക്കാം. ധാരാളം മൂലകങ്ങളും സംയുക്തങ്ങളും വാതകാവസ്ഥയിൽ കാണപ്പെടുന്നു അല്ലേ? നമുക്കറിയാവുന്നതാണ്. ഇനി വാതകങ്ങളെ പറ്റി ഏതാനും ചില പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കണം. എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തേത്, ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഇനി ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. എന്താ പറയുന്നത്? ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായിട്ട് താരതമ്യം ചെയ്യുക, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശയിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രമരഹിതമായ ഈ ചലനത്തിൻ്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തികളിലും ചെന്നിടിക്കുന്നു. ഇതിൻ്റെ ഫലമായാണ് വാതക മർദ്ദം അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കണ്ടെയ്നർ എടുക്കുവാണ്. ഈ കണ്ടെയ്നറിൽ കുറേ മോളിക്യൂൾസ് വാതകങ്ങളുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? ഭയങ്കര സ്പീഡിൽ എല്ലാ ദിശയിലേക്കും ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തിലേക്ക്, ഈ പാത്രത്തിൻ്റെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ചെന്നിടിക്കും. ഇപ്പോൾ ഇങ്ങനെ സ്പീഡിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഭിത്തിയിലൊക്കെ ചെന്നിടിക്കുമല്ലോ. അതിൻ്റെ ഫലമായിട്ടാണ് വാതക മർദ്ദം അനുഭവപ്പെടുന്നത്. നോക്കിയേ, ക്രമരഹിതമായ ഈ ചലനത്തിൻ്റെ ഫലമായി തന്മാത്രകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നു. വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തിയിലും ചെന്നിടിക്കുന്നു. ഇതിൻ്റെ ഫലമായി വാതകമർദ്ദം അനുഭവപ്പെടുന്നു. അപ്പോൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കുന്നുണ്ട്, പിന്നെ ആ പാത്രത്തിൻ്റെ ഭിത്തികളിലും ചെന്നിടിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് വാതകമർദ്ദം അനുഭവപ്പെടുന്നത്. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. ഇത് കൂട്ടിയിടിച്ചിട്ടായാലും നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളും പാത്രത്തിൻ്റെ ഭിത്തിയും തമ്മിലുള്ള ആകർഷണം തീരെയില്ല. അപ്പം ആ താഴെ നമുക്ക് ആ ബോക്സ് ഫില്ല് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ എന്താ പറയുന്നത്? ആകർഷണം എങ്ങനെയാണെന്നാണ് പറയുന്നത്? ആകർഷണം തീരെയില്ല എന്നാണ് പറയുന്നത്. ഇനി ചെറിയൊരു ബോക്സ് കണ്ടോ? അത് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതായത് വാതക തന്മാത്രകളുടെ ഊർജം എങ്ങനെയായിരിക്കും? ഊർജം വളരെ കൂടുതലാണ്. ഇനി തന്മാത്രകൾ തമ്മിലുള്ള അകലവും വളരെ കൂടുതലാണ്. തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം അതും കൂടുതലാണ്. കാരണം അകലം കൂടുമ്പോൾ ചലന സ്വാതന്ത്ര്യം എന്ത് ചെയ്യും? കൂടും അല്ലേ? അപ്പോൾ അവരുടെ ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആകർഷണ ബലം എന്ത് ചെയ്യും? കുറയും. അകലം കൂടുമ്പോൾ ആകർഷണ ബലം കുറയുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വാതകത്തിൻ്റെ വ്യാപ്തം. ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അല്ലേ? ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. 1 ലിറ്റർ ദ്രാവകം ഏത് വലിപ്പത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയാലും അതിൻ്റെ വ്യാപ്തത്തിൽ വ്യത്യാസമുണ്ടാവില്ല അല്ലേ? 1 ലിറ്റർ ദ്രാവകം ഏതിലേക്ക് വെച്ചാലും അതിൻ്റെ ആ വ്യാപ്തത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. എന്നാൽ 1 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വച്ചിരിക്കുന്ന ഒരു വാതകം 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റി എന്ത് സംഭവിക്കും? വ്യത്യാസമുണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായി. വ്യാപ്തം എന്ന് വെച്ചാൽ എന്താ? ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി ഒരു യൂണിറ്റ്
പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം എന്താണ്, മർദ്ദം. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. എങ്ങനെയാണ് യൂണിറ്റ് പരപ്പളവിലെ ബലം കാണുന്നത്? പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അതിൽ നിന്ന് ഡിവൈഡഡ് ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. ഇനി ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പരീക്ഷണമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് നോക്കാം. ഇതെന്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? വ്യാപ്തവും മർദ്ദവും തമ്മിൽ, അതായത് ബോയിൽസ് ലോ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ബോയിൽസ് ലോ. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം, ഏതൊക്കെയാണ് വ്യാപ്തവും മർദ്ദവും? ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്രജ്ഞനായ റോബർട്ട് ബോയിലാണ്. അതുകൊണ്ടാണ് ഈ ബന്ധം ബോയിൽ നിയമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആരാണ് ഇത് സ്ഥാപിച്ചത്? ആരാണ്? റോബർട്ട് ബോയിലാണ്. അതുകൊണ്ട് ഈ ബന്ധത്തെ ബോയിൽ നിയമം എന്നറിയപ്പെടുന്നു. എന്താ ബന്ധം? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം പി എന്നും വ്യാപ്തം വി എന്നും സൂചിപ്പിച്ചാൽ പി ഇൻറ്റു വി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയും ആയിരിക്കും. അപ്പോൾ ഇവിടെ താപനിലയാണ് കോൺസ്റ്റൻറ്റ്. അത് ശ്രദ്ധിക്കണം, അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കുമ്പോൾ ഇത് ശരിയേത് തെറ്റേതെന്ന രീതിയിൽ ചോദിക്കുമ്പോൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ, ഇവിടെ ഏതാണ് കോൺസ്റ്റൻറ്റ്? ടെമ്പറേച്ചർ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും, അതായത് പ്രഷറും വോളിയവും എങ്ങനെയായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്കതെങ്ങനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇവിടെ തന്നെ എഴുതാം. പി എന്ന് പറയുന്നത് എന്താ? മർദ്ദം അഥവാ പ്രഷർ. ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു 1/v. വി എന്ന് പറയുന്നത് വോളിയം. അതിൽ പി ഇൻറ്റു വി അല്ലെങ്കിൽ പി വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പി വി എന്ന് പറയുന്നതാണ് സ്ഥിരസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? P1 V1 ഈക്വൽ ടു P2 V2. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ബോയിൽ നിയമമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ബോയിൽ നിയമത്തിൽ എന്താ പറയുന്നത്? ഏതാണ് കോൺസ്റ്റൻ്റ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതമായതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ടു 1/v എന്ന് എഴുതിയത്. ഓക്കെ, വിപരീത അനുപാതത്തിലായിരിക്കും. ഇനി ഇവിടെ നോക്കിയേ, ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് കാരണമായ നിയമം ബോയിൽസ് നിയമമാണ്. ബോയിൽസ് ലോ ആണ് കേട്ടോ. അതിന് കാരണമായത് ഏതാണ്? ബോയിൽസ് ലോ ആണ്. അതായത് ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം താഴെ നിന്ന് മുകളിലേക്ക് എത്തുന്തോറും അത് കൂടി വരും. അതിന് കാരണം ബോയിൽസ് നിയമമാണ്. അതിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു തരാം? ഞാനൊരു ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. നമുക്ക് വായിച്ചു നോക്കാം എന്താ പറയുന്നത്. ചിത്രം എയിൽ ഒരു നിശ്ചിത മാസ് വാതകം ഒരു സിലിണ്ടറിൽ അടച്ചു വെച്ചിരിക്കുന്നു. താപനിലയിൽ മാറ്റം വരുത്താതെ, ശ്രദ്ധിക്കണം കേട്ടോ, താപനിലയിൽ മാറ്റം വരുത്താതെ ഇതേ വാതകത്തെ ചിത്രം ബിയിലെ സിലിണ്ടറിലേക്ക് മാറ്റുന്നു എന്ന് കരുതുക. തന്മാത്രകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ വ്യാപ്തം കുറഞ്ഞപ്പോൾ മർദ്ദത്തിന് എന്ത് സംഭവിക്കും? അതായത് നമ്മൾ ഒരു കണ്ടെയ്നർ എടുത്തു, ഇതിൽ കുറച്ച് വാതകമുണ്ട്. ഈ കണ്ടെയ്നറിന് ഇത്രയും വലിപ്പം, വാതകം ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ എന്താണ്? കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും അടച്ച് ഒരു ഇത് വെച്ചിട്ട് നമ്മൾ മർദ്ദം കൊടുക്കുകയാണ്, ഇങ്ങനെ താഴോട്ട് മർദ്ദം കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. മർദ്ദം കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിൻ്റെ വോളിയം അല്ലേ, ഈ വാതകത്തിൻ്റെ വോളിയം എന്ത് ചെയ്യും? താഴോട്ട് കുറഞ്ഞു വരും. അപ്പം മർദ്ദം കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യും? വ്യാപ്തം കുറഞ്ഞു വരും. അതാണ് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ് പറയുന്നത്.
ഈ ഒരു സംഭവം തന്നെയാണ് അക്യൂറിയത്തിൻ്റെ കാര്യത്തിലും വരുന്നത്. കാരണം അക്യൂറിയത്തിൽ താഴെ എന്ന് പറയുമ്പോൾ ഈ ചെറിയ കുമിളയുണ്ടല്ലോ, ഈ താഴത്തെ കുമിള എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, ഇതിൻ്റെ മുകളിലേക്ക് ഇത്രയും വെള്ളത്തിൻ്റെ പ്രഷർ വരുന്നുണ്ട് ഇല്ലേ. അതുകൊണ്ട് താഴത്തെ കുമിളയ്ക്ക് വലിപ്പം ചെറുതായിരിക്കും. മുകളിലേക്ക് വരുന്നതോറും പ്രഷർ നോക്കി, വാട്ടറിൻ്റെ പ്രഷർ കുറഞ്ഞിരിക്കുമല്ലോ, ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ കുമിള വലുതാവും. ആ രീതിയിൽ ഓർത്താൽ മതി. അപ്പോൾ ഒരു അക്യൂറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് ചെല്ലുമ്പോൾ കൂടി വരുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബോയിൽസ് നിയമം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താണ്? ചാൾസ് നിയമമാണ്. അപ്പോൾ ബോയിൽസ് നിയമം കഴിഞ്ഞു. അത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഇനി ചാൾസ് നിയമത്തെ പറ്റിയിട്ട്. അപ്പോൾ ചാൾസ് നിയമത്തിൽ ആദ്യം തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം എന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചാൾസ് നിയമത്തിൽ ഏറ്റവും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു. കാരണം എന്താണ്? ഇപ്പം നമ്മൾ ഒരു ബലൂൺ എടുത്തിട്ട് ഫ്രിഡ്ജിൽ, സാധാ ഫ്രിഡ്ജിലും അതോടൊപ്പം തന്നെ വെയിലത്തും വയ്ക്കുവാണെങ്കിൽ വെയിലത്ത് വെച്ചിരിക്കുന്ന ബലൂണിന് എന്ത് സംഭവിക്കും? അത് വലുതാകും. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബലൂണിന് എന്ത് സംഭവിക്കും? അത് ചെറുതാകും. അതാണ് ഈ ചാൾസ് നിയമം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഏത് നിയമവുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചത് കഴിഞ്ഞാൽ അതേതാണ്? അത് ചാൾസ് നിയമവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് വായിച്ചു നോക്കാം. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്വസ് ചാൾസ് ആണ്. ഈ നിയമം അതുകൊണ്ട് ചാൾസ് നിയമം എന്നറിയപ്പെടുന്നു. എന്താ പറയുന്നത്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, ഇവിടെ എന്താണ് മർദ്ദം? പ്രഷറാണ് സ്ഥിരമായിരിക്കുന്നത്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയിലേക്ക് നേർ അനുപാതത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ വോളിയം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റ് ടു ഏതാണ്? ടെമ്പറേച്ചർ അല്ലേ. അത് ഏത് സ്കെയിലിലാണ്? കെൽവിൻ സ്കെയിലിലാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കണം. അപ്പോൾ ചാൾസ് നിയമത്തിൽ എന്താ പറയുന്നത്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റ്. ഇവിടെ ഏതാ? മർദ്ദമാണ് സ്ഥിരം, മറ്റേടത്ത് താപമായിരുന്നു സ്ഥിരം. അത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബോയിൽസ് എന്ന് പറയുമ്പോൾ പി വി ബോയിൽ ഒരു ഇനിഷ്യൽ ഇട്ട് കൊടുത്താൽ മതി. അവിടെ വരുന്നത് പ്രഷറും വോളിയവുമാണ്. ഇവിടെ ചാൾസ് നിയമത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? വിയും ടിയുമാണ്. രണ്ടിടത്തും വി ഉണ്ട്, മറ്റ് ഒരെണ്ണം പ്രഷർ, ഒരെണ്ണം ടെമ്പറേച്ചർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വ്യാപ്തം വി എന്നും താപനില ടി എന്നും സൂചിപ്പിച്ചാൽ വി ബൈ ടി അല്ലേ. വി ബൈ ടി ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇവിടെ വി ബൈ ടി ആണ് സ്ഥിരസംഖ്യ എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ, അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റ് ആയതുകൊണ്ട് തന്നെ വോളിയം കൂടുമ്പോൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വോളിയം കൂടുന്നു. ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? V1 ബൈ T1 ഈക്വൽ V2 ബൈ T2. ഓക്കെ, അതും ഓർത്തിരിക്കുക. ഇനി അവോഗാഡ്രോ നിയമം നോക്കാം. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് പഠിച്ചിട്ട് പോവാം. എവിടെയാണ് കെൽവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലേ, കെൽവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് PSCയിൽ. ഇത് ഓർത്ത് വയ്ക്കുക. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിനാണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 273 കെൽവിനാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് എന്താണ് ഒരു 18 അല്ലെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കണം? ഈ 273ൻ്റെ കൂടെ നമ്മൾ 20യും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, 293 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ ഈ 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് 273 കെൽവിനാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് അവോഗാഡ്രോ നിയമത്തിലേക്ക് പോകാം. അവോഗാഡ്രോ നിയമവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ഈ ബന്ധം കണ്ടെത്തിയത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അമേഡിയോ അവോഗാഡ്രോയാണ്. അപ്പോൾ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ അമേഡിയോ അവോഗാഡ്രോയാണ് ആ ബന്ധം നമുക്ക് പറയാം കേട്ടോ. അതുകൊണ്ട് ആ ബന്ധത്തെ എന്ത് പറയുന്നു? ആ നിയമത്തെ അവോഗാഡ്രോ നിയമം എന്നാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് നിയമം പഠിച്ചതിൽ ഒന്നാമത്തെ നിയമം ബോയിൽസ് ലോ അക്യൂറിയമായി റിലേറ്റ് ചെയ്ത് കൊടുക്കുക. അത് വി ടി ബോയിൽ എന്നുള്ള VT അല്ലല്ലോ PV ബോയിൽ എന്നുള്ള പേരോർത്ത് വയ്ക്കുക. പിന്നെ ചാൾസ് നിയമത്തിൽ വരുമ്പോൾ ആ ബലൂണിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കുക. അവിടെ VT ചാൾസിൻ്റെ കൂടെ VT എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അവോഗാഡ്രോ നിയമം എന്താ? താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ, താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇവിടെ
ഏതാണ് വോളിയത്തിന് അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നത് എണ്ണമാണ്. അപ്പോൾ വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനേറ്റ് ടു നമ്പർ എന്ന് നമുക്ക് പറയാം അല്ലേ. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതാണ് അവോഗാഡ്രോ നിയമത്തിൽ പറയുന്നത്. തികച്ചും ഒരേപോലെയുള്ള കണങ്ങളാണെങ്കിൽ അവ കോടിക്കണക്കിനുണ്ടെങ്കിൽ പോലും മാസ് അടിസ്ഥാനമാക്കി എണ്ണം കൃത്യമായി പറയാൻ സാധിക്കും. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഒരു ബാങ്കിൽ വലിയ ബാങ്കാണ്, അവിടെ കുറേ നാണയത്തുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് എണ്ണി തീർക്കും എന്നാണ് ചോദിക്കുക. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെയൊക്കെ നാണയത്തുട്ടുകളാണ് വരുന്നതെങ്കിൽ അതെങ്ങനെ എണ്ണി തീർക്കാൻ സാധിക്കും? അപ്പോൾ അതിൽ ഒരു നാണയത്തിൻ്റെ മാസ് ഇത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരേ രീതിക്കുള്ള ആ ഒരു നാണയം മാത്രം വെച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തികച്ചും ഒരേപോലെയുള്ള കണങ്ങളാണെങ്കിൽ അവ കോടിക്കണക്കിനുണ്ടെങ്കിൽ പോലും മാസ് അടിസ്ഥാനമാക്കി എണ്ണം കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ മാസാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ആപേക്ഷിക ആറ്റോമിക മാസ് നോക്കാം. ഇവിടെ ഓരോന്നിൻ്റെ ആറ്റോമിക മാസ് ഹൈഡ്രജൻ, ഹീലിയം, സോഡിയം ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ തന്നേക്കുന്നത് ആറ്റങ്ങളുടെ യഥാർത്ഥ മാസ് അല്ല കേട്ടോ, അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം. സൂക്ഷ്മകണികളുടെ മാസ് കൃത്യമായി കണ്ടെത്തുന്നതിന് ആധുനിക സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എത്രയാണ്? 1.67 ഇൻറ്റു 10⁻⁻⁴ ഗ്രാമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാമാണ്. എന്നാൽ ഇത് പ്രസ്താവിക്കുന്നത് ആപേക്ഷിക മാസ് രീതിയിലാണ്. ആപേക്ഷിക മാസ് രീതി ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രസ്താവിക്കുന്നത്. അതായത് ഒരാറ്റത്തിൻ്റെ മാസ് മറ്റൊരാറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണെന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് നമ്മൾ ആപേക്ഷിക മാസ് രീതി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരാറ്റത്തിൻ്റെ മാസ് മറ്റൊരാറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണ് എന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക മാസ് രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. അപ്പോൾ കാർബൺ 12ൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. ഒരു മൂലകത്തിൻ്റെ വിവിധ ഐസോട്ടോപ്പുകളെ കൂടി പരിഗണിച്ച് ശരാശരി ആറ്റോമിക മാസ് കണക്കാക്കുമ്പോൾ പലപ്പോഴും ഭിന്ന സംഖ്യകളായി വരാറുണ്ട്. എങ്കിലും പ്രായോഗിക ആവശ്യങ്ങൾക്കും കൂട്ടലുകൾക്കും വേണ്ടി ഇവയിൽ മിക്കതും പൂർണ്ണസംഖ്യകളായി പരിഗണിക്കുന്നു. ഭിന്നസംഖ്യയായി വരാറുണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പൂർണ്ണസംഖ്യയായിട്ടാണ് പരിഗണിക്കുന്നത്. കണക്ക് കൂട്ടൽക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പൂർണ്ണസംഖ്യയായിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവോഗാഡ്രോ നിയമത്തെ പറ്റിയിട്ടാണ്. അതായത് താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം എങ്ങനെയാണ്? തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് അവോഗാഡ്രോ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ പഠിച്ചത് ഇതാണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ എന്താണ് ആപേക്ഷിക മാസ് രീതി? ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരാറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണെന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക മാസ് രീതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൽ 12ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചിട്ടാണ് മൂലകങ്ങളുടെ ആറ്റോമിക മാസ് നമ്മൾ പ്രസ്താവിക്കുന്നത്. ഇനി ഗ്രാം ആറ്റോമിക മാസ്, ഗ്രാം ആറ്റം അങ്ങനെയും പറയും, GAM, ഗ്രാം ആറ്റോമിക് മാസ്. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കാം. 12 ഗ്രാം കാർബണിനെ 1 ഗ്രാം ആറ്റോമിക മാസ് കാർബൺ, 1 ഗ്രാം ആറ്റോമിക മാസ് കാർബൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ 12 ഗ്രാം കാർബണിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? 1 ഗ്രാം ആറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നു. ഇതുപോലെ 16 ഗ്രാം ഓക്സിജനെ 1 ഗ്രാം ആറ്റോമിക് മാസ് ഓക്സിജൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിന് അതിൻ്റെ ഒരു ഗ്രാം ആറ്റോമിക മാസ്, 1 ഗ്രാം ആറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നു. ഇതിന് 1 ഗ്രാം ആറ്റം എന്നും ചുരുക്കി വിളിക്കാം. അപ്പോൾ GAM അതായത് ഗ്രാം ആറ്റോമിക് മാസ്, അല്ലെങ്കിൽ നമുക്ക് ഗ്രാം ആറ്റം എന്നും വിളിക്കാം. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ആ മൂലകത്തിൻ്റെ ഗ്രാം എന്നറിയപ്പെടുന്നത്. ഇവിടെ നോക്കിയേ, കാർബണിൻ്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 12. അപ്പോൾ മാസ് ഗ്രാമിൽ പറയുമ്പോൾ 12 ഗ്രാം.
ഓക്സിജൻ്റെ 16, ഇപ്പോൾ ഇവിടെ 16 ഗ്രാം, നൈട്രജൻ്റെ 14, അപ്പോൾ 14 ഗ്രാം. അതാണ് ഇവിടെ പറയുന്നത്. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ, അതിൻ്റെ ആറ്റോമിക് മാസ് എത്രയാണോ അത്രയും ആ മൂലകത്തിൻ്റെ ഗ്രാം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 14 ഗ്രാം നൈട്രജൻ അല്ലേ, ആറ്റോമിക് മാസ് 14 ആണെങ്കിൽ, നൈട്രജൻ്റെ ആറ്റോമിക് മാസ് 14 ആണെങ്കിൽ 14 ഗ്രാം നൈട്രജൻ എന്ന് നമ്മൾ പറയും. ഇനി ക്ലോറിൻ്റെ ആറ്റോമിക് മാസ് 35.5, അപ്പോൾ നമ്മൾ എന്ത് പറയും? 35.5 ഗ്രാം എന്ന് പറയും. 1 ഗ്രാം ആറ്റോമിക് മാസ് ഏത് മൂലകം എടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആയിരിക്കും. ഈ സംഖ്യയാണ് അവോഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്നത്. ഇതിനെ NA അവോഗാഡ്രോ നമ്പർ എന്ന് സൂചിപ്പിക്കുന്നു. അവോഗാഡ്രോ നമ്പർ എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഏത് മൂലകത്തിൻ്റെയും 1 ഗ്രാം ആറ്റോമിക മാസിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ, ഏത് മൂലകം എടുത്താലും അതിൽ 1 ഗ്രാം ആറ്റോമിക മാസിൽ 1 ഗ്രാം ആറ്റോമിക് മാസിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം, ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 6.022 × 10⁻23 എന്ന് പറയാം. അതിപ്പം 12 ഗ്രാം കാർബണിൽ 16 ഗ്രാം ഓക്സിജനിലൊക്കെ എന്താണ് ആറ്റങ്ങളുടെ എണ്ണം ഇത് തന്നെയാണ്, 6.022 × 10⁻23 ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അവോഗാഡ്രോ സംഖ്യ, അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? NA എന്ന് പറയാം. അവോഗാഡ്രോ നമ്പർ എന്നാണ് സൂചിപ്പിക്കുന്നത്. 1 GAM സോഡിയം എന്നാൽ 23 ഗ്രാം സോഡിയമാണ്. അതിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു. എങ്കിൽ 46 ഗ്രാം സോഡിയം എത്ര ഗ്രാം ആറ്റം ആയിരിക്കും? എത്ര ഗ്രാം ആറ്റം ആയിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, 1 ഗ്രാം ആറ്റം, 1 ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്ന 1 ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്ന സോഡിയത്തിൻ്റെ 23 ആണെങ്കിൽ, 23 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 46 ഗ്രാം സോഡിയത്തിന് എത്ര GAM, എത്ര ഗ്രാം ആറ്റോമിക് മാസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 46/23 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2 ഗ്രാം ആറ്റോമിക് മാസ് എന്ന് ലഭിക്കും. അപ്പോൾ ഗ്രാം ആറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മാസ് അത് ഗ്രാമിലായിരിക്കണം, ഡിവൈഡഡ് ബൈ മൂലകത്തിൻ്റെ ഗ്രാം ആറ്റോമിക മാസ്. ഇനി ഒരു മോൾ ആറ്റങ്ങൾ. 1 ഗ്രാം ഹൈഡ്രജൻ എന്നത് 1 ഗ്രാം ആറ്റോമിക് മാസ്, 1 ഗ്രാം ഹൈഡ്രജൻ എന്നത് 1 ഗ്രാം ആറ്റോമിക് മാസ് ഹൈഡ്രജൻ ആണെന്നും അതിൽ 6.022 × 10⁻23 എണ്ണം ആറ്റങ്ങളുണ്ടെന്നും നമുക്കറിയാം. ഇതിനെ ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയാം. എന്ത് പറയാം? അതിനെ ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം എന്നും പറയാം. ഓക്കെ, ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം എന്നും പറയാം. ഇപ്പോൾ കാർബൺ ആണെങ്കിലോ 12 ഗ്രാം കാർബൺ ഈക്വൽ 1 ഗ്രാം ആറ്റോമിക് മാസ് ഈക്വൽ 6.022 × 10⁻23 കാർബൺ ആറ്റങ്ങൾ എന്നും പറയാം. നമുക്ക് 1 മോൾ കാർബൺ ആറ്റങ്ങൾ എന്നും പറയാം. സെയിം തന്നെ നമുക്ക് നൈട്രജനും പറയാം അല്ലേ? അപ്പോൾ 6.022 × 10⁻23 ആറ്റങ്ങളാണ് ഒരു മോൾ ആറ്റങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു മോൾ ആറ്റം എന്ന് ചോദിച്ചാലും എന്താണ്? ഈ 6.022 × 10⁻23 ആറ്റങ്ങളാണ്. ഇനി മോളിക്കുലാർ മാസും ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ ആദ്യം തൊട്ട് മുമ്പ് പഠിച്ചത് എന്താ? ഗ്രാം ആറ്റോമിക് മാസാണ് കേട്ടോ. GAM എന്ന് പറയുന്നത് ഗ്രാം ആറ്റോമിക് മാസാണ് നമ്മൾ പഠിച്ചത്. ഇനി പഠിക്കാൻ പോകുന്നത് ഏതാണ്? GMM ആണ്. GMM എന്ന് പറയുന്നത് ഗ്രാം മോളിക്കുലാർ മാസാണ്. ഓക്കെ, ആറ്റോമിക് മാസ് മാറി മോളിക്കുലാർ മാസ്. നോക്കാം. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിനെ അതിൻ്റെ ഗ്രാം ആറ്റോമിക മാസ് എന്ന് വിളിക്കും അല്ലേ? നമ്മൾ കണ്ടതാണ്. ഇതുപോലെ ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായിരിക്കും തുല്യമായ അത്രയും ഗ്രാം പദാർത്ഥത്തെ നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുന്നു. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അതിനെ നമ്മൾ ഗ്രാം ആറ്റോമിക മാസ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അതിനെ നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കും. ഓക്കെ, ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കുന്നു. 1 ഗ്രാം മോളിക്കുലാർ മാസ് ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവോഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാവും. നമുക്ക് നോക്കാം. അവിടെ നോക്കിയേ, 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓക്സിജൻ എന്നാൽ 32 ഗ്രാം ആണ്. അപ്പോൾ അതിൽ 6.022 × 10⁻23 എണ്ണം എന്തുണ്ടാവും? ഓക്സിജൻ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആറ്റവും മോളിക്യൂളും എന്താണ്? ഇത് ആറ്റം. O2 എന്ന് പറയുന്നത് എന്തായി മാറി? മോളിക്യൂളായി മാറി അല്ലേ?
ഇതറിയാലോ ഡിഫറൻസ്. അപ്പം 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്നാൽ 1 ഗ്രാം മോളിക്കുലാർ മാസ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഗ്രാമാണ്. അപ്പോൾ അതിൽ എന്തുണ്ട് 6.022 × 10⁻23 എണ്ണം ഓക്സിജൻ തന്മാത്രകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 64 ഗ്രാം ഓക്സിജൻ എത്ര ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി 64/32 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. എത്രയാണ് 2. ഇതിൽ ഈ 2 × 6.022 × 10⁻23 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും തന്മാത്രകൾ അവിടെ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഇപ്പോൾ ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം കാണുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസാണ് ചെയ്യേണ്ടത്. ഇനി 1 മോൾ തന്മാത്രകളാണെങ്കിൽ, 1 മോൾ തന്മാത്രയാണെങ്കിൽ എന്ത് ചെയ്യണം നോക്കിയേ. 6.022 × 10⁻23 തന്മാത്രകളെ 1 മോൾ തന്മാത്രകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം 1 ഗ്രാം മോളിക്കുലാർ മാസ് 1 ഗ്രാം മോളിക്കുലാർ മാസ് ഈക്വൽ 1 മോൾ ഈക്വൽ 6.022 × 10⁻23 തന്മാത്രകൾ എന്ന് പറയാം. ഈ ഒരു ബോക്സിലുള്ളതും കൂടി ഓർത്തു വയ്ക്കാം. ഇപ്പോൾ GMM അതോടൊപ്പം തന്നെ ഗ്രാം മോളിക്കുലാർ മാസും GAM അഥവാ ഗ്രാം ആറ്റോമിക് മാസും ഓർത്തു വയ്ക്കണം. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു നൈട്രജനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പദസൂര്യനും കൂടി ഓർത്തു വെച്ചാൽ മതി. ഇപ്പോൾ നോക്കിയേ 28 ഗ്രാം ഇൻറ്റു നൈട്രജൻ ആണ്. അപ്പോൾ 2 GAM നൈട്രജൻ ഉണ്ട്, 1 GMM നൈട്രജൻ ആണുള്ളത്. അപ്പോൾ 2 GAM അഥവാ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 2 × 6.022 × 10⁻23 ആറ്റങ്ങളാണ്. ഇനി അത് തന്മാത്രയിലേക്ക് വരുമ്പോഴോ 1 GMM തന്മാത്രയാണ്, അതായത് 1 മോളിക്കുലാർ മാസാണ്. അപ്പോൾ 6.022 × 10⁻23 തന്മാത്രകൾ. ഇവിടെ 2 മോൾ നൈട്രജൻ ആറ്റങ്ങളുണ്ട്, ഇവിടെ 1 മോൾ N2 തന്മാത്രകളാണ് ഉള്ളത്. ഇനി അവസാനം നമുക്ക് പഠിക്കാനുള്ളത് മോളാർ വോളിയം എന്താണ്, മോളാർ വ്യാപ്തം അഥവാ മോളാർ വോളിയം എന്താണെന്ന് നോക്കാം. മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ 1 മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെ വാതകങ്ങളുടെ മോളാർ വ്യാപ്തം അല്ലെങ്കിൽ നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നു. എന്താണ്? മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ 1 മോൾ ഏതൊരു വാതകം എടുത്താലും ഏത് വാതകത്തിലെയും 1 മോൾ എന്ന് പറയുന്നത് അതിലെ തന്മാത്രകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ വ്യാപ്തവും എങ്ങനെയായിരിക്കും? അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. അതാണ് മോളാർ വ്യാപ്തം എന്ന് പറയുന്നത്. ഇനി STP അഥവാ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അത് നമുക്ക് നോക്കാം. താപനില 273 കെൽവിനും മർദ്ദം 1 അന്തരീക്ഷ മർദ്ദവും ആയി നിജപ്പെടുത്തിയാൽ ഏതൊരു വാതകത്തിൻ്റെയും 6.022 × 10⁻23 തന്മാത്രകൾ എത്രയ്ക്കാണ്? തന്മാത്രകൾക്ക് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ തെളിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏത് ചോദിച്ചാലും, ഇപ്പോൾ STPയിലെ മോളാർ വ്യാപ്തം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? 22.4 ആണ്. ഇനി അതല്ല STPയിൽ 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 22.4 ആണ്. STPയിൽ 1 മോൾ നൈട്രജൻ്റെ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചാലൊക്കെ എന്താണ്? ഈ 22.4 ലിറ്റർ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നറിയപ്പെടുന്നത് ഈ 273 കെൽവിൻ താപനില, പിന്നെ 180 മർദ്ദമാണ്. 273 K താപനില, 180 മർദ്ദം എന്നിവയെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് വിളിക്കുന്നത്, STP. അതായത് STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും 1 മോളിന് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടാകും. ഇത് STPയിലെ മോളാർ വ്യാപ്തം എന്നറിയപ്പെടുന്നു. ഇതാണ് മോളാർ വ്യാപ്തം അല്ലെങ്കിൽ മോളാർ വോളിയം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പഠിക്കണം? 22.4 ലിറ്റർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെടുത്താലും STPയിൽ ഇപ്പോൾ ഹൈഡ്രജൻ ആയിക്കോട്ടെ, 1 മോൾ നൈട്രജൻ ആയിക്കോട്ടെ, ഏതെടുത്താലും 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണത്തെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മോൾ എണ്ണത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ ഉള്ളത്. STPയിലെ വ്യാപ്തം ലിറ്ററിൽ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ.
ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷേ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയ ബോയ്സ് ലോയും അല്ലേ, ചാൾസ് ലോയും അവോഗാഡ്രോ നിയമം ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. പിന്നെയും നമുക്ക് അടുത്ത ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് അടുത്ത ദിവസം കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.